അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എൻ്റെ കണ്ണിലൊക്കെ കുറച്ച് ക്ഷീണം കാണാം. കാരണം ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ വന്നിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ 1 മണിയായിട്ട് ആവുന്നേ ഉള്ളൂ. പുലർച്ചെ 1 മണി ആവാൻ ഉള്ള സമയമാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല പ്രഭാഷണങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടാണ് പോവാറ്. അപ്പോൾ യാദൃശ്ചികമായി എൻ്റെ മുമ്പിൽ വന്ന ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് സമസ്ത AP വിഭാഗത്തിൽപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കീഴിൽ പഠിക്കുകയും അതുപോലെ തന്നെ അവിടുന്ന് വളർന്നു വരികയും അദ്ദേഹത്തെ പൂർവാധികം വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന ഒരു ഉസ്താദ്, അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ആ കാന്തപുര ഉസ്താദിൻ്റെ മതത്തിൽ നിന്ന് മാറി അദ്ദേഹം നേർവഴി, അതായത് യഥാർത്ഥ ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾക്കൊന്ന് കടന്നുപോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വലിയ അപകടത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. വലിയ അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ ഈ കോട്ടക്കൽ ദർസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ കോട്ടക്കൽ ഒരു വലിയ മുത്തഅല്ലിം സമ്മേളനം നടന്നു. വലിയ മുത്തഅല്ലിം സമ്മേളനം 5000-ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുത്തഅല്ലിമീങ്ങളുടെ ഒരു സമ്മേളനം. ബഹുമാനം SYSന്റെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടക്കൽ വെച്ചുകൊണ്ട് നടത്തിയ ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവര്യൻ കാന്തപുരം വന്ന് ഞങ്ങളോട് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചതെന്നറിയൂ? നമ്മുടെ സമ്മേളനത്തിൽ മഹാനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. സയ്യിദ് മാലിക് അലവി മക്ക എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മാലിക് അലവി, മക്കയിലുള്ള സയ്യിദ് മാലിക് അലവി വരുന്നുണ്ട്. അദ്ദേഹം ഈ സദസ്സിൽ വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടെയാണ്. ഇസ്തിഖാറത്തും ബി റസൂലില്ലാഹ്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഖാറത്ത് നടത്തിക്കൊണ്ട് മാത്രമേ അദ്ദേഹം ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതമില്ലാതെ അദ്ദേഹം എങ്ങും പോകില്ല എന്ന് കാന്തപുരം പ്രസംഗിക്കുകയുണ്ടായി. വളരെയധികം പ്രതീക്ഷയോടുകൂടെ എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്നേഹിക്കുന്ന പ്രസ്ഥാനമാണല്ലോ ഞങ്ങളുടെ പ്രസ്ഥാനം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇദ്ദേഹത്തിന് സമ്മതം കൊടുത്തത് ഞങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണല്ലോ. വളരെയധികം സന്തോഷത്തോടുകൂടെ ആ സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇപ്പറഞ്ഞ സയ്യിദ് അലവി മാലിക്കിയുടെ പ്രഭാഷണം അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്റെ മുന്നേ പ്രസംഗിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രത്തലവന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. 5000-ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഗുരുവര്യൻ എന്താ ഞങ്ങളോട് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടെ മാത്രം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സയ്യിദ് മാലിക് അലവി മക്ക, അദ്ദേഹം വരുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടെയാണ്. സലാത്തുൽ ഇസ്തിഖാറത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനോട് നന്മ തേടിക്കൊണ്ടുള്ള നമസ്കാരം. അള്ളാഹിന്റെ റസൂലിനോട് എങ്ങനെയാ ഇസ്തിഖാറത്ത് നടത്തുന്നത് നമ്മൾ ഇന്ന് വരെ ഒരു കിതാബിലും പഠിച്ചിട്ടില്ല. അള്ളാഹിന്റെ റസൂലിനോട് എങ്ങനെയാ ഇസ്തിഖാറത്ത് നടത്തുന്നത്? പക്ഷെ കാന്തപുരം വന്ന് ഞങ്ങളോട് പറഞ്ഞ നുണ, പച്ചക്കളവ്. കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ ജനലക്ഷങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പറഞ്ഞ സാക്ഷാൽ മാലിക് അലവി പ്രസംഗിച്ചപ്പോൾ സത്യത്തിൽ വിറച്ചുപോയി. ഇത്രയും വലിയ ലോകം മുഴുവനും ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യന് ഇത്രയധികം മുത്തഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ ധൈര്യം വരുമോ എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെട്ടു പോവുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് സമൂഹത്തെ ഇന്ന് അനാചാരത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഇത്രയധികം പച്ചക്കള്ളം പറഞ്ഞ ഒരു മനുഷ്യൻ കൊണ്ടുവരുന്ന മുടിയെ സംബന്ധിച്ച് അന്ന് തന്നെ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ പറ്റി എന്തു പച്ചക്കളവും എഴുന്നള്ളിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുവായ വിനീതനായ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല ഹിദായത്തിലേക്ക് എത്തിക്കാൻ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ഹിദായത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അത് നിഷ്കളങ്കരായ ആളുകളാണ്. അതായത് ഉള്ളിൽ കള്ളമുള്ള ആളുകൾ ഞങ്ങൾ ഈ ഉസ്താദിനെ പിൻപറ്റുക തന്നെ ചെയ്യും, ഞങ്ങൾക്ക് ഈ ഉസ്താദ് പോണ സ്വർഗ്ഗാണെ സ്വർഗ്ഗം മതി, നരകാണെ നരകം മതി എന്നൊക്കെ പറഞ്ഞ് അന്ധമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ മറ്റൊരാളെയും അന്ധമായി പിൻപറ്റാൻ നമുക്ക് പാടില്ല. അതാണ് നമ്മുടെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളതല്ല, ഞങ്ങൾ പല ഇമാമുമാരെയും പല പണ്ഡിതന്മാരെയും ഇങ്ങനത്തെ ആളുകളെ അന്ധമായി പിൻപറ്റും, അവർ ചെയ്യുന്നത് തന്നെ ഞങ്ങൾ ദീനായി ചെയ്യുള്ളൂ, അവർ ചെയ്യുന്നത് ഞങ്ങൾക്ക് മതി എന്ന് പറയുന്ന കള്ളത്തരമുള്ള ആളുകൾ, ദീനിനെ കൃത്യമായി പഠിക്കാണ്ട് അല്ലെങ്കിൽ അതിനെ മറച്ചു വയ്ക്കുന്ന ആളുകളൊക്കെ, അങ്ങനത്തെ ആളുകളെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക് അടുപ്പിക്കില്ല, യഥാർത്ഥ ദീനിലേക്ക് അടുപ്പിക്കില്ല. അവരിങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഈ ദുനിയാവിൽ നിന്ന് വിട്ടു പോവുകയും പിന്നീട് കാലാകാലം നരകത്തിൽ പെടുകയും ചെയ്യും. ഈ ഉസ്താദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ പറഞ്ഞ ആളാണ് എന്നാണ്. ഇദ്ദേഹത്തിന് പണ്ടേ ഇത് മനസ്സിലായിരുന്നു, പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇത്രയും കള്ളങ്ങൾ വിളിച്ചു പറയാൻ, അള്ളാഹുവിനെ പറ്റി, ദീനിനെ പറ്റി, ഖുർആൻ വളച്ചൊടിച്ചുകൊണ്ട് പ്രവാചകരെ പറ്റിയൊക്കെ കള്ളങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയണമെങ്കിൽ ഒരു തരിമ്പ് പോലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ആയതുകൊണ്ട് തന്നെ ഇതുകൊണ്ടാണ് ഇതുപോലത്തെ ആളുകളെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം അതേപോലെ ഇതുപോലെ ദഅവത്ത് ചെയ്യുന്ന പല സംഘടനകളും ഇവിടെ അതിരൂക്ഷമായി ഇവരെയൊക്കെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവരൊരുപാട് സ്വത്ത് സമ്പാദിക്കുന്നതിലോ അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും കാരണത്തിൽ അസൂയ പൂണ്ടിട്ടൊന്നുമല്ല. കാരണം ഒരു വലിയ ജനസമൂഹത്തെ ഇവരിങ്ങനെ നരകത്തിൻ്റെ ആളുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ സമസ്തക്കാരോടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇത് വിശ്വാസം ക്ലിയർ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെയും അവസ്ഥ, അതായത് മരണത്തോടുകൂടെ പിന്നെ നമ്മൾ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. പിന്നെ നമുക്ക് തിരുത്താനൊരു സംവിധാനമോ സമയമോ ഇല്ല. അന്ധകാരത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് ഈ വലിയൊരു ജനസമൂഹത്തെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ പണ്ഡിതന്മാർ ചെയ്യുന്നത്. ഇതിനെ പറ്റിയിട്ട്, ഇങ്ങനത്തെ ആളുകളെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല. ഇതുപോലത്തെ ആളുകളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ദീനെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമസ്തക്കാരും ബറേൽവികളും ഒക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, ഇവരൊക്കെ ഒരേ വകുപ്പ് പെട്ടതാണ്, അവരൊക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, അതായത് അവർ വിചാരിക്കുന്നത് ഏറ്റവും നല്ല ദീന്, അവരുടെ അനുയായികൾ വിചാരിക്കുന്നത് ഏറ്റവും വലിയ ദീനാണെന്ന് കരുതി ചെയ്യുന്ന മൗലൂദ് ആവട്ടെ, റാത്തീവ് ആവട്ടെ, കുത്തുബിയത്താവട്ടെ, അതുപോലെ തന്നെ അദ്ദാദ്, നാരീത്ത് സലാത്ത്, ഒരു ചൊല്ലിക്കൊണ്ട് നടക്കുകയാണ് ഈ നാരീത്ത് സലാത്തൊക്കെ. അതുപോലെ തന്നെ പല ഖബർ സിയാറത്ത്, അവിടെ പോയി ബർക്കത്തെടുക്കൽ, തേടൽ, ഇങ്ങനത്തെ അവർ ചെയ്യുന്ന ദീനെന്ന് കരുതി ഭയങ്കര ഭക്തിയോട് കൂടി ചെയ്യുന്ന ഒരു കാര്യങ്ങളും ദീനല്ല എന്ന് മാത്രമല്ല, ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയ വലിയ വലിയ തെറ്റുകളാണെന്ന് കൂടി ഇവർ തെറ്റുകൾ കൂടിയാണ് എന്ന് അറിയുമ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ ഇത് സത്യം മനസ്സിലാക്കിയ ആളുകൾ ഇവരോട് ഇത് പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഇത് ഇവർ ഈ ഒരു പ്രസ്ഥാനത്തെ വിട്ടുകൊണ്ട് നമ്മൾക്കൊരു നേട്ടവുമില്ല. നേട്ടമുള്ളത് അവർക്ക് മാത്രമാണ്. കൃത്യമായ ദീൻ അറിയാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നഷ്ടം അവർക്ക് മാത്രമാണ്. ഈ ഞാനാണെങ്കിൽ എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ശരീരം നരകത്തിലെത്താണ്ട് നോക്കണമെങ്കിൽ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും പിൻപറ്റുക തന്നെ ചെയ്യണം. അത് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ കുറച്ച് നമ്മൾ പഠനം, കുറച്ച് അന്വേഷണങ്ങൾ നടത്തണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ക്ലിയറൻസ് നമ്മളിങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാതെ എല്ലാത്തിനെയും കൂടി കാടടിച്ച് വെടിവെച്ചുകൊണ്ട് ഈ മൊയ്ലിയാക്കന്മാർ പറയുന്നത് മാത്രം മതി, അല്ലെങ്കിൽ ഇമാമുമാർ അന്ന് ആളുകൾ പറയുന്നത് മാത്രം, അവരെ മാത്രമേ ഞങ്ങൾ അന്ധമായി വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മൾക്ക് മാത്രമാണ് നഷ്ടം, മറ്റാർക്കും അതിന് ഒരു നഷ്ടവും സംഭവിക്കില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദഅവത്ത് ചെയ്യുക, ആദ്യം സത്യം മനസ്സിലാക്കിയവർ മൂടി വെക്കാൻ പാടില്ല. കാരണം വെച്ചാൽ കാഫിർ എന്ന് വെച്ചാൽ മൂടി വെക്കുന്നവൻ കൂടി അർത്ഥമുണ്ട്. അപ്പോൾ സത്യം മനസ്സിലാക്കിയിട്ട് അത് മൂടി വെക്കുന്നവനും കാഫിറാണ്. അപ്പോൾ മൂടി വെക്കാൻ പാടില്ല, ദഅവത്ത് ചെയ്യണം, അത് പറഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രബോധകന്മാരൊക്കെ ലോകത്ത് മൊത്തം ഇങ്ങനെ പ്രബോധനം ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായ വഴി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ഒപ്പം നമ്മുടെ കുടുംബത്തെയും നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വർഗ്ഗാവകാശികളിൽ ഉൾപ്പെടുത്തുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.